ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. വീക്ക്ലി ടാസ്കിന്റെ ഫസ്റ്റ് 2 റൗണ്ടുകളിൽ സാരമായ പരിക്കുകളും ചെറിയ പരിക്കുകളും ഒക്കെ പലർക്കും ഉണ്ടായതിനാൽ മൂന്നാമത്തെ റൗണ്ട് ക്യാപ്റ്റന് മാത്രമായിട്ട് നൽകുകയാണ് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു. 4 ടീമുകളുടെ ക്യാപ്റ്റൻസ് ആണ് ഈ ഒരു ടാസ്കിൽ പങ്കെടുത്തത്. സിമ്പിൾ ടാസ്ക് ആണ്. ഈ കാണുന്ന പോലെ റെഡ് ബോളുകൾ ബാലൻസ് ചെയ്ത് അപ്പുറം വരെ കൊണ്ടുപോയി വെക്കണം. ബാലൻസിങ് ടാസ്ക് ആണ്. ഇടയ്ക്ക് വെച്ച് കയ്യിൽ നിന്ന് പോയാൽ വീണ്ടും തിരിച്ചു പോയി ടാസ്ക് ആദ്യം പോലെ ചെയ്യണം. ഇതാണ് ഈ ഒരു ടാസ്ക്. ഒനീലാണ് ആദ്യം തന്നെ വന്നത്. സിമ്പിൾ ആയിട്ട് ഒനീൽ ഈ ഒരു ടാസ്ക് ചെയ്ത് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. പുഷ്പം പോലെ ഒനീൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. മസ്താനി കുറെ തവണ അറ്റംപ്റ്റ് ചെയ്ത് കയ്യിൽ നിന്ന് പോയി അവസാനം ഒരു 5ാമത്തെ 6ാമത്തെ തവണയാണ് ഈ ഒരു ടാസ്ക് പൂർത്തിയാക്കിയത്. ഇത് കഴിഞ്ഞ് നൂറ വരുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് ഒനീലിനെ പോലെ തന്നെ നൂറയും ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു തവണ പോലും നൂറയുടെയും കയ്യിൽ നിന്ന് പോയിട്ടില്ല. നെവിനാണ് ഇതിന് ശേഷം ചെയ്തത്. വലിയൊരു ബുദ്ധിമുട്ടൊന്നും നെവിനും നേരിടേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ നെവിനും കംപ്ലീറ്റ് ചെയ്ത പോലെ തോന്നി. ഏറ്റവും സ്പീഡിൽ കുറഞ്ഞ സമയത്തിൽ ഈ ഒരു ടാസ്ക് ചെയ്തത് തീർച്ചയായിട്ടും ഒനീലാണെന്ന് തന്നെ പറയാം. നൂറയുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല, നെവിന്റെ കയ്യിൽ നിന്നാണ് പോയതായിട്ട് ഞാൻ കണ്ടത്. എന്തായാലും ഈ ഒരു ടാസ്കിൽ വിജയിച്ചത് ഒനീലും നൂറയുമാണ്. അവർ രണ്ടുപേരുമാണ് ഈ ഒരു ടാസ്കിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഈ ഒരു കിരീടയുദ്ധം ടാസ്കിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ഒനീലിന്റെയും അതേപോലെ തന്നെ നൂറയുടെയും ടീമാണ്. ബാക്കി 2 ടീമുകളും ഡിസ്ക്വാളിഫൈഡ് ആണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.